എൻ്റെ മോൻ്റെ കവറാണിത്. എൻ്റെ കൊച്ചുമോൻ്റെ കവറാണ്. അഫാൻ ചെയ്ത ക്രൂരകൃത്യം നടന്നിട്ട് 40 ദിവസം കഴിഞ്ഞു. അബ്ദുറഹീം എന്ന ഈ അഫാൻ്റെ പിതാവ് തൻ്റെ ഇളയ മകനായ അഫ്സാൻ്റെ കബറിങ്ങിൽ ചെന്ന് ഇതെൻ്റെ കൊച്ചുമകൻ്റെ കബറാണെന്ന് പറഞ്ഞ് വിതുമ്പിയതും കണ്ടു നിൽക്കാനാകാത്ത സങ്കടം തന്നെയാണ് നൽകിയത്. അഫാൻ്റെ പിതാവ് റഹീമും ഉമ്മയായ ഷെമീനയും ഇപ്പോൾ താമസിക്കുന്ന വീടും കണ്ടത് വർഷങ്ങളോളം വിദേശത്ത് കഷ്ടപ്പെട്ട ഈ ഉപ്പാക്ക് ഇത്തരമൊരു ഗതി വന്നതിനെക്കുറിച്ചുള്ള വിഷമവും ഉണ്ടാക്കി. ഒരിക്കലും ഒരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്തു തീർത്തത്. അവനെൻ്റെ മകൻ തന്നെയാണ്, പക്ഷേ അവൻ ചെയ്ത കാര്യത്തെ ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്നും തക്കതായ ശിക്ഷ തന്നെ അവന് ലഭിക്കണമെന്നും അഫാൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു. അവൻ്റെ ഉമ്മാക്ക് അവനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നീ ഇത്തരം പ്രവർത്തനം ചെയ്തത് എന്ന് ചോദിക്കുവാൻ വേണ്ടി. വീട് ജപ്തിയുടെ വക്കീലാണെന്നും ജീവിക്കുവാൻ പോലും ഇപ്പോൾ പ്രയാസമാണെന്നും അഫാൻ്റെ ഉപ്പ വേദനയോടുകൂടി വെളിപ്പെടുത്തി. അഫാൻ്റെ ഉമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഫാൻ്റെ ഉപ്പ പറഞ്ഞത് മാനസിക നില ആകെ തെറ്റിയ നിലയിലാണ് ഇപ്പോൾ ഷെമി ഉള്ളതെന്നും ഒരിക്കൽ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നതെന്നും 40 ദിവസമായി എൻ്റെ കൊച്ചുമകനും ഉമ്മയും ജ്യേഷ്ഠനും ഭാര്യയും ഫർസാനയും മരണപ്പെട്ടിട്ട് ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും ഖബർ വിശാലതയുണ്ടാകാൻ വേണ്ടി സ്വർഗം ലഭിക്കുവാനും വേണ്ടി നിങ്ങളുടെ ദുആകളിൽ ഇവരെ ഉൾപ്പെടുത്തണമെന്നും അഫാൻ്റെ ഉപ്പ അഭ്യർത്ഥിച്ചു. അവൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മക്കൾ രണ്ടും എൻ്റെത് തന്നെയാണ്. പക്ഷേ അവനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റില്ല. മക്കൾ മാത്രമല്ല, എന്നെ പ്രസവിച്ച് വളർത്താക്കി ഉമ്മ വന്നു, എൻ്റെ ജ്യേഷ്ഠനുണ്ട്. എൻ്റെ മോൻ്റെ കവറാണിത്. എൻ്റെ കൊച്ചുമോൻ്റെ കവറാണ്. അതുകൊണ്ടാണെങ്കിൽ എനിക്കൊരു എല്ലാം ആയത് എൻ്റെ കൊച്ചു. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും ജ്യേഷ്ഠനും ചേട്ടത്തിക്കും എല്ലാവർക്കും വേണ്ടി. മരണപ്പെട്ടു പോകുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുത്തിൻ്റെയും എൻ്റെ കൊച്ചുമോൻ്റെയും ഉമ്മയുടെയും എൻ്റെ ജ്യേഷ്ഠൻ്റെയും എൻ്റെ കൊച്ചുമോൻ്റെയും ജ്യേഷ്ഠത്തിൻ്റെയും 40-ാം പ്രാർത്ഥനാ ദിനമാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുമാണ്. എല്ലാവരും അവരുടെ ഖബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പറ്റുന്ന ആൾക്കാരെല്ലാവരും പങ്കെടുക്കുകയും വേണം. ഞങ്ങളിപ്പോൾ ഖബറിൽ പോയി, വെള്ളിയാഴ്ച ഞങ്ങളെല്ലാം കൂടെ ഖബറിൽ പോയി കാണണമെന്ന്, മോനെ രക്ഷിക്കണമെന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇക്കൈക്ക് അതിനോട് എന്താണ് ഇക്കൈ പറയാനുള്ളത്? അവരുടെ മാനസികാവസ്ഥ നമ്മൾ പറയുമ്പോൾ കണ്ടു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയുന്നത് അതിന് മെൻ്റലി പ്രശ്നമുള്ള ഒരു പേഷ്യൻ്റ് ഞാനിപ്പോൾ തലയ്ക്ക് അങ്ങനത്തോളം അടി കിട്ടിയ സ്ഥിതിക്കും പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും മാനസികമായി തകർന്ന അവസ്ഥയിൽ എന്താണ് പറയുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സീമ സാറിനോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ അവനെ കാണണമെന്നുണ്ട്. കണ്ടിട്ട് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്ത് എൻ്റെ കൊച്ചിനെ കൊന്നിരുന്നു, എൻ്റെ പാവങ്ങട്ടുമായി അവരെയൊക്കെ പാവങ്ങൾ എന്തിനു കൊന്നു എന്ന് അറിയണം. അതിനു വേണ്ടി മാത്രമാണ് കാണുന്നത്. അവനെ കൊല്ലുകയും ചെയ്തു. അവൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മക്കൾ രണ്ടും എൻ്റെത് തന്നെയാണ്. പക്ഷേ അവനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റില്ല. മക്കൾ മാത്രമല്ല, എന്നെ പ്രസവിച്ച് വളർത്താക്കി ഉമ്മ വന്നു, എൻ്റെ ജ്യേഷ്ഠനുണ്ട്. എൻ്റെ മോൻ്റെ കവറാണിത്. എൻ്റെ കൊച്ചുമോൻ്റെ കവറാണ്.